കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മോഷണം നടന്നത് പോലീസിന് തലവേദനയായി. ബുധനാഴ്ച രാത്രി ക്ഷേത്രത്തിൽ കയറിയ മോഷ്ടാക്കൾ സ്വർണം പതിപ്പിച്ച കോലവും 6ഓളം ഭണ്ഡാരങ്ങളും കവർന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV സംവിധാനം തകർക്കുകയും DVR ഇളക്കിയെടുക്കുകയും ചെയ്ത ശേഷമാണ് കവർച്ച നടത്തിയത്. കോലത്തിൽ ചാർത്തിയിരുന്ന 3 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇളക്കിയെടുത്ത ശേഷം ക്ഷേത്രത്തിന് തെല്ലകലെയുള്ള വാഴത്തോട്ടത്തിൽ കോലം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വ്യാഴാഴ്ച പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് വ്യാഴാഴ്ച രാത്രി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസവും ഒരേ സ്ഥലത്ത് മോഷണം നടന്നത് ബന്ധപ്പെട്ടവരുടെ ജാഗ്രത കുറവായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിന് പിന്നിൽ പ്രദേശവാസികളോ പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരോ ആണെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തിലെത്തി നിരീക്ഷണം നടത്തിയവരായിരിക്കണം കവർച്ച നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTVയുടെ DVR മോഷ്ടിക്കാനും മേൽശാന്തി ഉറങ്ങിയിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിടാനും മോഷ്ടാക്കൾക്ക് കഴിഞ്ഞത് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ക്ഷേത്ര ഗോപുരത്തോട് ചേർന്നുള്ള കലവറയിൽ കോലം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് മോഷ്ടാക്കളെന്നും സംശയിക്കുന്നുണ്ട്. കവർച്ച നടന്ന 24 മണിക്കൂർ തികയും മുൻപേ വീണ്ടും മോഷ്ടാക്കളെത്തി തലേന്ന് രാത്രി കുത്തിത്തുറക്കാൻ കഴിയാതിരുന്ന 2 ഭണ്ഡാരങ്ങൾ കവർന്നത് പോലീസിനോടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. TCV കൊടകര.